ഈ പേര് ഒക്കെ പറഞ്ഞിട്ടാണോ ഇപ്പൊ പുതിയ വിഷയം? അതാണോ ഈ പേര് രേണുസുതി വീട്ടിലിട്ട പേരാണ്? രേണുസുതി, രേണു എന്നായിരുന്നു എന്റെ യഥാർത്ഥ പേര്. എന്റെ അമ്മയുടെ ചരിത്രം മകൻ ഇട്ട പേരാണ് കുഞ്ഞിന്. രേണു എന്നുള്ളതാണ് എന്റെ പേര്. സ്കൂളിൽ ചേർക്കാൻ നേരത്തെ അമ്മയുടെ ഒരു വർഷം മുഴുവനും സ്കൂളിൽ വെറുതെ ഇരുന്നപ്പോ രേണു തങ്കച്ചൻ. അപ്പം എന്റെ ഒരു അമ്മയുടെ കൂട്ടുകാരി ക്ഷേമ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ്, നമുക്ക് ഇവക്ക് രേണു എന്ന് വേണ്ട രേഷ്മ എന്നൊരു പേരിടാണ്. പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടമില്ലായിരുന്നു, ഉള്ള കാര്യം പറയാലോ. അപ്പൊ ആ രേഷ്മ എന്നുള്ള പേര് സ്കൂളിൽ മാത്രം രേഷ്മ തങ്കച്ചൻ സർട്ടിഫിക്കറ്റ്. പക്ഷെ എല്ലാരും എന്നെ രേണു രേണു തന്നെ. സുധിച്ചേട്ടനും ഇഷ്ടം രേഷ്മ എന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ പകുതി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇത് രജിസ്റ്റർ മാരേജ് ചെയ്ത് പറഞ്ഞു രേഷ്മയോ അതാരാ? ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ ഞാൻ തന്നെ. അവിടെ നിന്റെ പേര് രേഷ്മ തന്നെ, അത് വേണ്ടടി രേണു തന്നെ മതി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇതിലൊക്കെ ഈ പേരായല്ലോ ഒഫീഷ്യലി, നമ്മൾ രേഷ്മ എന്നല്ലേ ഇടാൻ പറ്റുന്നത്, നിങ്ങൾ എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി. അപ്പൊ എല്ലാരും രേണു എന്നാണ് അറിയപ്പെടുന്നത്. രേണു സുധീൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത്. പിന്നെ എവിടെയെങ്കിലും ഒരു ഒപ്പിടണമെങ്കിൽ അല്ലെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഷ്മ പി അല്ലെ രേഷ്മ തങ്കച്ചൻ. ഈ മകൻ കിച്ചു ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പല അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ ഇത് അവസാനിക്കാതെ വിവാദങ്ങൾ വരും. രേണു ഡീൽ ചെയ്യുന്ന പോലെ തന്നെയാണോ അവരും ഈ വിഷയത്തൊക്കെ ഡീൽ ചെയ്യുന്നത്? കിച്ചുവിനെ സംബന്ധിച്ച് അവന് 20 വയസ്സുള്ള കുട്ടിയാണ്. അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവനെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല ഇതൊന്നും. അവനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അവൻ ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്താണ് അമ്മ ഇങ്ങനെ വന്നത് ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാലേ അവൻ ശരി, അല്ലാതെ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. സൂചിച്ചാന്റെ വീട്ടുകാർ ഒരു കമന്റ് കണ്ട് സൂചിച്ചാന്റെ വീട്ടുകാർ എന്നോട് എതിർപ്പാണ്. ഒരു എതിർപ്പില്ല. ഞങ്ങൾ ഇന്നും കൂടെ വീഡിയോ കോൾ ചെയ്ത് അവിടെയും ചടങ്ങ് നടക്കുവാണ്. അവരുടെ ചടങ്ങും ഞാൻ എന്റെ ചടങ്ങും ഇവിടുത്തെ ഇതും കാണിച്ചു കൊടുത്ത് ഇടത്തിയാണേലും രേണു ഞങ്ങൾക്ക് ജോലി തിരക്കായോണ്ട് ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വരും കേട്ടോ, ഞങ്ങൾ എന്നും വിളിക്കും, എന്നും മെസ്സേജ് അയക്കും. എന്നും വിളിക്കത്തില്ല, വല്ലപ്പോഴും, അതായത് നമുക്ക് എന്നും വിളിക്കാൻ പറ്റത്തില്ല, അവരും ജോലിക്കാരാണ്. കിച്ചുവിനെ എന്നും വിളിക്കും, സംസാരിക്കാറുണ്ട്, അവന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കൊടുക്കാറുണ്ട്, അത് അവനും അറിയാം. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സുകളൊക്കെ നിന്നെ സൂചിച്ചാണ്ട് വിട്ടവർ കാണത്തില്ലടി. ഇവർക്ക് എന്തറിയാൻ എനിക്കറിയില്ല എന്താണ് ഇവരുടെ മനസ്സിലെ ഓരോ ചിന്തകളാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് മഞ്ഞയായിട്ടേ തോന്നത്തുള്ളെന്ന് പറയുന്ന പോലെ അവരാണ് അവരുടെ ഉള്ളിലെ ആ ഒരു സാധനമാണ് അവർ ഈ കയ്യിൽ ടൈപ്പ് ചെയ്യുന്നതാണ് എന്റെ ഒരു തോന്നൽ. രേണുവിന്റെ ഏതോ പരാമർശങ്ങളൊക്കെ എടുത്ത് അത് എനിക്ക് പല മാസികകളിലും കണ്ടു. ഒരു പക്ഷേ ഈ കൂടുതൽ പ്രപ്പോസലുകൾ വരുന്നുണ്ട്, ഞാൻ ഒരുപക്ഷെ വിവാഹത്തെ കുറിച്ച് വീണ്ടും ചിന്തിച്ചേക്കാം, അതിനും ഈ തരത്തിലുള്ള കമന്റുകളൊക്കെ വരികയാണ്. ഞാന് സത്യം പറഞ്ഞ വിവാഹത്തെ പറ്റി കാരണം കേട്ട് ഒരു സൈഡിൽ നിന്ന് രേണു നീ ഒറ്റയ്ക്കാണ്, കല്യാണം കഴിക്കണം, ആമ്പിള്ളാരാണ്, പിടികിട്ടി ആമ്പിള്ളാരാണ്, അവര് നാളെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് നിന്നെ ആര് നോക്കും? ഞാൻ പറയാം നോക്കുന്നത് പോകുന്നിടത്തോളം പോകാം, വല്ലോ പൈസ ഒക്കെ വെച്ച് വല്ലോ വേലക്കാരെയൊക്കെ വെച്ച് അല്ലെങ്കിൽ നോക്കാൻ പറയാന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ പറയാം. മറു സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കും എന്തിനാണ് കെട്ടുന്നത്? ഏതായാലും ഇങ്ങനെ ഇനി കെട്ടിയാൽ അഥവാ ഞാൻ ഒരു വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ?